നാട്ടിലെങ്ങും പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജിൻ്റെ പേരിൽ. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ പോസ്റ്ററുകൾ കീറുന്നു, കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് തീയിടുന്നു, കൊടിമരങ്ങൾ വലിച്ചെറിയുന്നു. അങ്ങനെ പ്രതിഷേധങ്ങളാണ് ആളിക്കത്തുകയാണ്. നടു റോഡിലാണ് ഈ പണ്ടാറക്കെട്ട് മുഴുവൻ നടക്കുന്നത്. പൊതുജനത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ നിയമം എന്ന് പറയുന്ന സംഭവം ഇല്ലേ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് നിയമം പാലിക്കണം, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. അതെന്തെങ്കിലും ആവട്ടെ, നിയമത്തിൻ്റെ വഴിക്കൊക്കെ പോട്ടെ. ഈ രാഷ്ട്രീയക്കാരോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഈ അക്രമങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. തലമൂത്ത ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഈ അക്രമങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതിൻ്റെ അർത്ഥം എന്തിനാ? ഒരർത്ഥം എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾക്ക് ഏതൊരു പാർട്ടിക്കായാലും ഒരു രക്തസാക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ രക്തസാക്ഷിയുടെ രക്തം കൊണ്ട് ഈ ഇലക്ഷനിൽ അങ്ങോട്ട് പൊലിപ്പിക്കാം. അതിനാണോ ഈ തമ്മിത്തല്ല് ഇങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിട്ടേക്കുന്നത്? ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് തമ്മിത്തല്ലാനായിട്ട്. അപ്പുറത്തെ പാർട്ടിക്കാരനും ഇപ്പുറത്തെ പാർട്ടിക്കാരനും തമ്മിത്തല്ല് പണ്ടാറടങ്ങ്. നിങ്ങളൊക്കെ പോയി ചാവടം ആയിരോളെ. ഇപ്പോഴും ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉദിച്ചിട്ടില്ലേ? നിങ്ങളൊക്കെ തല്ലി പണ്ടാറടങ്ങുമ്പോൾ അടുത്ത നേതാവിനെ കണ്ടെത്താൻ സെലിബ്രിറ്റികളുടെ വീട്ടിലേക്ക് പോകുന്ന പാർട്ടി നേതാക്കന്മാരെ നിങ്ങളുടെ കുടുംബത്തോ നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ഉള്ളത്. സിനിമാ നടന്മാരുടെ അടുത്ത്, പാട്ടുകാരന്മാരുടെ അടുത്ത് നിങ്ങളൊക്കെ ഇവിടെ നിങ്ങളൊക്കെ തല്ലി പണ്ടാറടങ്ങി ചാവുക. നേതാക്കന്മാരായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഈ തല്ല് വാങ്ങിച്ച് കൂട്ടിയിട്ട് എന്ത് മയിര് കിട്ടാന്? സ്വന്തം കുടുംബത്തെ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ 2 വട്ടം നിങ്ങളുടെ നേതാക്കന്മാർ വന്ന് അയ്യോ മോനെ ഞങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോകേണ്ട ആ ഒരു ഇമ്പത്തിന് വേണ്ടിയാണോ? തണ്ടലൊടിഞ്ഞ് കുടുംബത്തിട്ട നിന്റെ തന്ത വയ്യാണ്ട് കിടക്കുന്ന ആ വയസ്സായ ചിലപ്പോ അച്ഛൻ വീണ്ടും പാടത്ത് പണിക്ക് പോയിട്ട് വേണം നിനക്ക് തിന്നാൻ തരണേ. പാർട്ടിക്ക് വേണ്ടി നീ അങ്ങോട്ട് തമ്മിത്തല്ലി പണ്ടാറടങ്ങാൻ പോകുന്നുള്ള. അല്ല, ഇപ്പോഴത്തെ തലമുറയെങ്കിലും ഇത്തിരിയെങ്കിലും വിവരം ഉണ്ടെന്നുള്ള വിചാരിച്ച് ഏത് പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും സാധാരണ എല്ലാവർക്കും ഈ എന്താ പറയാ വിവരം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു നേതാക്കന്മാരെങ്കിലും വേണം. ഇതൊന്നും ഇപ്പോഴത്തെ ഇതിൽ ഇപ്പോഴും ഇല്ല. എന്നാൽ വളർന്ന യുവാക്കളെയെങ്കിലും ഇത്തിരി ബുദ്ധിയോടൊന്ന് പെരുമാറിയോടെ. നിങ്ങളുടെ ജീവിതമല്ല പൊന്നുമക്കളെ ഈ പണ്ടാറടങ്ങി പോണത്. വലിയ സുഖമുള്ള ഏർപ്പാടും നല്ലത്. ആവേശത്തിനാണ്ട് ഇറങ്ങും. നേതാക്കന്മാരുടെ അടുത്ത് പറയ്, നിങ്ങളെക്കാട്ടി സമ്പർക്കം ഈ പറയുന്ന മന്ത്രിമാർ തമ്മിലാണല്ലോ. മന്ത്രിമാരുടെ അടുത്ത് പറയ് ഒരു പ്രതിഷേധത്തിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ. പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറയ് MLA-മാരും കൂട്ടി ഒരു പ്രതിഷേധം അവരുടെ അടുത്ത് നടത്താൻ. ഈ അണികളെ കൊണ്ട് ഇങ്ങനെ തല്ലി പണ്ടാറടങ്ങുന്നത് എന്തിനാന്ന്? അവരും കൂടി ഇറങ്ങട്ടെ. ആ രസം ഒന്ന് പണ്ടനുഭവിച്ചതല്ലേ വീണ്ടും ഒന്ന് അനുഭവിക്കട്ടെ. അവർക്ക് നേതാക്കന്മാരെ കിട്ടാൻ വേണ്ടി സെലിബ്രിറ്റികളുടെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളവിടെ ആരാ? ഇത്രയും നാൾ ഈ തല്ലി കൊണ്ട് നിങ്ങൾ എവിടെത്താനാ? എന്ത് നേടാനാണ് ഈ തല്ല് വാങ്ങിക്കാൻ പോണത്? എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊക്കെ ഇനിയും ഇലക്ഷനും കോപ്പും അല്ല, ഇന്ന് ഈ പോക്ക് പോണത് ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതം പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വേറെ ഒരു താങ്ക്യൂ അല്ല. അവരെ പ്രോത്സാഹിപ്പിച്ചാൽ കണ്ടു വിട്ടാ. കുറുക്കന്മാരെ പോലെ നേതാക്കന്മാരെ അടിയിൽ കണ്ട് ഇരിക്കുക. അവൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ചാവുമ്പോൾ അവൻ്റെ ചോരയും കൊണ്ടാണ്ട് ഇറങ്ങും വിരഹദുഃഖം പാടിയിട്ട്. എലക്ഷൻ കഴിയുന്നവരെ പിന്നെ അവൻ വിരഹദുഃഖണ്. ഒരു കല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് സിമെന്റും കൂട്ടി വെച്ച് ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കി വെക്കും. എൻ്റെ രക്തസാക്ഷി കൊല്ലം നിന്റെ ആ സ്മാരകത്തിൽ വന്ന് പൂവിട്ടിട്ട് അതും വിറ്റ് കാശാക്കും. അല്ല, വിറ്റ് ഓട്ടാക്കും. കാശല്ല, ഓട്ടാക്കുക. തമ്മിത്തല്ലടാ പോ ചെല്ലി തമ്മിത്തല്ലി പണ്ടാറടങ്ങ്. നീയൊക്കെ എന്താവശ്യമാണ് കുഞ്ഞങ്ങാതി? വേറൊന്നും കൊണ്ടല്ല, ഇതേ സെയിം സാധനം കണ്ടുകൊണ്ടാണ് ഇനി വരുന്ന പിള്ളേരും ഇതിലേക്ക് തന്നെ പോകുന്നത്. അക്രമങ്ങള്
വലിയ വലിയ സംഭവങ്ങളുള്ള നിങ്ങൾ മറ്റുള്ള കാര്യത്തിനൊക്കെ പറയണത്. നിയമത്തിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഈ തമ്മിത്തല്ലാനായിട്ട് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കടിയേ? ഇത് ഇവിടെ കൊണ്ട് തീരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചെറുതായി പൊട്ടി ഇപ്പൊ രണ്ട് പാർട്ടിയിലും ദേഷ്യമുള്ള രണ്ടുപേരും അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവന്റെ പാർട്ടിയിലെ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് വിളിക്കും. അതുകൊണ്ട് അവൻ തന്നേക്ക് പോണ വഴിയില്ല, അതിനെ കുത്തി അതിനെ പണ്ടാറടങ്ങി കാട്ടുകളയും. അതുകൊണ്ട് ഇവൻ ജയിലിൽ പോവുക, ഇവന്റെ കൂട്ടാളികളും ജയിലിൽ പോവുക, അവനാണെങ്കിൽ അവന്റെ കുടുംബത്തിനും പോവുക. ആ കുടുംബത്തിലുള്ളവർക്ക് പോയിട്ട് ഇപ്പൊ അതും സമാധാനമായി. ഇവന്റെ കുടുംബത്തിലെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവൻ പാർട്ടിക്ക് വേണ്ടി ഒരാളെ കൊന്ന് ജയിലിൽ പോയതാ. സ്റ്റാറ്റസ് പാർട്ടി ഗുണ്ട. അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റിന്റെ ആയിക്കോട്ടെ, മറ്റുള്ള പാർട്ടികളെ ഏതെല്ലാം ആയിക്കോട്ടെ, ഈ പാർട്ടിക്കാർക്ക് വേണ്ടി എന്തിനാടാ ഈ നാട് റോഡിൽ ഇറങ്ങി തല്ലും കാണാൻ പണ്ടാറടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ്ട് കോൺഗ്രസ്സുകാർ രണ്ട് പിള്ളേര് മരിച്ച്. കമ്മ്യൂണിസ്റ്റുകാരിൽ ആ പയ്യൻ, ആ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചാവാനാണെങ്കിൽ വല്ല വാല്യൂ വർഷം മാറ്റി കഴിച്ച് പോണം. അല്ല, എന്തിനാ എൻ്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ഒരു SFIയുടെ ഒരു പയ്യനെ കോളേജിൽ, മഹാരാജ കോളേജിലാണ് അങ്ങോട്ടുള്ള പയ്യൻ്റെ ഒക്കെ ഫോട്ടോ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. എനിക്ക് സത്യം പറഞ്ഞ ആ ചെക്കൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമമാണ്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ രണ്ട് പിള്ളേര് മരിച്ചത്, അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ ഇപ്പോഴും വിഷമമാണ്. പറഞ്ഞെന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇങ്ങനെ ഇടിയുണ്ടാക്കി തല്ലണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഇലക്ഷനിൽ നോക്കിയാൽ മതി. അണികളായ ഈ തല്ലുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ല ഇവര് നേതാക്കന്മാരാക്കി അല്ലെങ്കിൽ ഇലക്ഷനിൽ നിർത്തണേ. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണാശിക്കുന്ന കുറെ നാറികള്, അവരൊക്കെ രാഷ്ട്രീയ ഈ പാർട്ടിക്കാരെന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ സിനിമാ നടന്മാര്, ഇവരൊക്കെയാണ് നേതാക്കന്മാരൊക്കെ ഇവര് കണ്ടിട്ടുള്ളത്. നിങ്ങളെ അല്ല. ബുദ്ധി വയ്ക്ക്. മയിലോളെ ഇനി ഈ സീസണില് നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം ഈ എന്താ പറയാ അക്രമങ്ങൾ ഉണ്ടാക്കുന്ന ചാനലിൽ ഞാൻ ഓരോരുത്തരുടെ മുഖം എന്നെ നോക്കുന്നുണ്ട്. ഏതാണാവോ, ഏത് പാർട്ടിയിൽ ഏതാണാവോ ഇനി ചത്ത് മലയ്ക്കാൻ പോണത്? ഇവിടെ ബാക്കിയുള്ളവർ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പാടുകൾ എന്താണെന്നറിയാം. അതിൻ്റെ പരിപാടി എന്തെങ്കിലും പോയി ചാവാണ്ടിരിക്കേ ചെയ്യുന്നു. ഇത്രയുള്ളോ ഒന്ന് പറയാൻ തോന്നി. കാണുമ്പോഴേ ഇത് നമുക്ക് കാണുമ്പോൾ ശരി.